ഹലോ അസ്സാം വലൈക്കും. വർണ്ണാലം കപ്പിൾസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് പെയിൻറ്റിങ് എക്സിബിഷനുമായിട്ടാണ്. ലക്ഷദ്വീപ് കൊക്കോ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരുപാട് സ്റ്റാൾ ഉണ്ടായിരുന്നു. അതിലൊരു സ്റ്റാൾ ഞങ്ങളുടെ പെയിൻറ്റിങ്ങിൻ്റെ ആയിരുന്നു. അപ്പോൾ അതിലെ കുറച്ച് പെയിൻറ്റിങ്സൊക്കെ നമുക്ക് കാണാം. ബാക്കിയൊക്കെ അധികവും ഉള്ളത് ഈ കോക്കനട്ടിൻ്റെ പല ടൈപ്പിലുള്ള ഷെൽസ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ കുറേ പ്രൊഡക്റ്റിൻ്റേതുണ്ടായിരുന്നു. പിന്നെ ഫുഡ് ഐറ്റംസാണ് മിക്കതും. ഫുഡ് ഐറ്റംസിലൊക്കെ ഒരുപാട് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടായിരുന്നു ഈ കോക്കനട്ട് കൊണ്ട് ഉണ്ടാക്കുന്ന. പിന്നെ കൃഷി ഇതിൻ്റെയൊക്കെ കുറേ തൈകളും തെങ്ങിൻ്റേതും പല ടൈപ്പ് തൈകൾ അങ്ങനെ പല സ്റ്റാളും ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ നമ്മുടെ ഇതിൽ പിന്നെ പെയിൻറ്റിങ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പെയിൻറ്റിങ്സൊക്കെ നിങ്ങൾക്കൊന്ന് കാണാം. പിന്നെ ഇപ്പം കണ്ടില്ലേ, ഇതൊക്കെ കുറച്ച് ക്രാഫ്റ്റ് ബോട്ടിൽ ആർട്ടൊക്കെയാണ്. ബോട്ടിൽ ആർട്ട് കുറേ ക്ലേ വെച്ച് ചെയ്തതുണ്ട്. പിന്നെ ഇതൊക്കെ ക്ലേ വെച്ച് ചെയ്തതാണ് ഗാന്ധിജീൻ്റെയൊക്കെ. അതിൻ്റെ അപ്പുറത്തെ ത്രെഡ് വെച്ചിട്ടൊക്കെ ചെയ്താണ്. പിന്നെ ഇത് OHP ഷീറ്റ്, അതിൽ കളർ കൊടുത്തിട്ടൊക്കെ ചെയ്താണ്. പിന്നെ ഇത് ക്ലേ വെച്ചിട്ട് ഒരു പൊട്ട് കുടത്തിൽ ചെയ്താണ്. പിന്നെ ബാക്കി ഇപ്പുറത്തൊരു കപ്പാണത്, അതും ക്ലേ വെച്ചിട്ട് ചെയ്താണ്. മറ്റേത് ഗ്ലാസ്സിൽ ഡയറക്റ്റ് ഗ്ലാസ് പെയിൻറ്റ് ചെയ്താണ്. അത് വാട്ടർ പ്രൂഫ് ആയിക്കൊണ്ടൊന്നും ആവില്ല, വെള്ളം തട്ടിയാലും ഒരു പ്രശ്നവുമില്ല. പിന്നെ മറ്റേത് പഴയ ഒരു പ്ലേറ്റാണ്, അതിൽ ഞാൻ ക്ലേ വെച്ചായിരുന്നു ചെയ്തത്. പിന്നെ ഇതൊക്കെ എൻ്റെ സ്റ്റുഡൻസിൻ്റെ വർക്കാണ്. ഇവിടെ ഞാൻ ലക്ഷദ്വീപ് കലാ അക്കാദമിയിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അതാ ട്രെയിനിങ്ങിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ, എന്തൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നെന്ന്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉള്ള ബാച്ചിലെ കുട്ടികളുടെ വർക്കാണത്. ഇതൊരു അണ്ടർ വാട്ടർ പെയിൻറ്റിങ് ആണ് നമ്മുടെ. പിന്നെ ഇത് നമ്മുടെ ഇവിടെ മീനൊക്കെ വെട്ടുന്ന ആ ഒരിത്. പിന്നെ ഉജ്രാപ്പള്ളിയാണിത്. അങ്ങനെ പല ഇതും വരച്ചു വച്ചിട്ടുണ്ട്. നമ്മുടെ ദ്വീപിൽ കാണുന്ന പല കാര്യങ്ങളാണ് ഇവിടെ വരച്ചു വച്ചിരിക്കുന്നത്. എന്തോ ഉജ്രാപ്പള്ളി ദിക്കറൊക്കെ ഉണ്ടാവും പെരുന്നാളിന്, അതാണ് ഇപ്പോൾ അവിടെ വച്ചിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നതല്ലേ, ഇത് ഒരു പട്ടാളക്കാരൻ്റെ ഒരു ഇതാണ്, അവിടുത്തെ ഒരു ഇത് വരച്ചാണ്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ മരപ്പൊടിയിലെ മരപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുത്താണിത്. മരത്തിൽ തന്നെ മരപ്പൊടി വെച്ചിട്ടുണ്ടാക്കിയെടുത്താണ് ഇത്. പിന്നെ നമ്മുടെ ഇവിടെ കൊപ്രയൊക്കെ കടപ്പുറത്തൊക്കെ കൊത്തുന്നതും കൊപ്ര ഇവിടെ വെച്ച് ഉണക്കിയെടുക്കുന്നതൊക്കെയാണ്. ഇത് പിന്നെ ഒരു ബുദ്ധൻ്റെ സ്പോഞ്ച് വർക്കാണ്, സ്പോഞ്ച് കൊണ്ട് മാത്രമായിട്ട് ചെയ്ത അത്. ഇത് ഒരു മീൻ. പിന്നെ ഗാന്ധിജിയുടെ പെൻസിൽ സ്കെച്ച്. അത് നമ്മുടെ ഇവിടെ കടപ്പുറത്ത് ബീച്ച് സൈഡിലൊക്കെ ഇങ്ങനെ ഇരിക്കും അധികം പ്രായമുള്ളവരൊക്കെ. പിന്നെ ഇതൊരു അണ്ടർ വാട്ടർ, ഇത് കുറച്ച് 3D എഫക്റ്റ് പോലെ ചെയ്തായിരുന്നു. കണ്ടോ? പിന്നെ അത് ഇവിടുത്തെ ഒരു ഈ വെള്ളം വറ്റിയാലുള്ളൊരു സീനാണ്. ഇത് ഒരു അണ്ടർ വാട്ടർ തന്നെ. പിന്നെ അത് നമ്മുടെ ബീച്ച് സൈഡിലെ ഒരു ഇതും. മുകളിലുള്ളത് കടപ്പുറം വരച്ചതാണ്. എൻ്റെ ഒരു വീഡിയോ നേരത്തെ ചെയ്യുന്നതൊക്കെ ഞാൻ ഇട്ടിരുന്നു. ഇതൊരു മത്സ്യകന്യകേൻ്റെ. താഴെ ഒരു പായോടം, ഇതും ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് ഒരു ഓടമാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും നൂറ് വർണ്ണാലം വരച്ചും നസീറ വർണ്ണാലം വരച്ച രണ്ടുപേരുടെയും വർക്കുണ്ട് കേട്ടോ ഇതിനകത്ത്. ഇതൊരു കടപ്പുറം സീനാണ്. ഇത് നമ്മുടെ ഇവിടെ കയറ് തിരിക്കുന്നതും അങ്ങനെയുള്ള ദ്വീപിലെ ചില കാഴ്ചകളാണ്. ഇത് പിന്നെ അണ്ടർ വാട്ടർ, കുറേ ഫിഷസും പല ജീവികളും ഉണ്ട് കടലിലെ.
ഇതൊക്കെയുണ്ട്. പിന്നെ കണ്ടോ താഴെ തെരണ്ടിയൊക്കെ കിടക്കുന്നത്. എൻ്റെ ബാക്കിൽ നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാം കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. കൊട്കോ ഫെസ്റ്റിൻ്റെ ഇതിലായിട്ട് കണ്ടോ, ബാക്കിലൊക്കെ കുറേ സ്റ്റാൾ കണ്ടോ, ഒത്തിരി സ്റ്റാളുണ്ടായിരുന്നു. ഇത് ബുദ്ധൻ്റെ ഒരു വർക്കാണ്. ഇത് കുതിര ഒരു 7 ഹോഴ്സിൻ്റെ അത്. ഇതൊരു അണ്ടർ വാട്ടർ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം. നിങ്ങൾക്ക് എല്ലാ വീഡിയോയും കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഷിപ്പാണ് ഇവിടെ ഉള്ള. എൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.